നമസ്കാരം. ഒരു വാർത്താ വിശകലന വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിനങ്ങളായിട്ട് ഈ ഒരു ചാനലിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിരുന്നില്ല. ഒരൊറ്റ റീസൺ, സമയക്കുറവുണ്ടായിരുന്നു. ഇവിടെ വീഡിയോ ചെയ്യാനായിട്ട് ഒത്തിരിയധികം സമയം വേണം, ഷൂട്ട് ചെയ്യണം. അതേപോലെ തന്നെ ഷൂട്ടിങ്ങിന് മുമ്പ് ടോപ്പിക്ക് കണ്ടുപിടിച്ച് അതിനെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു സമയം ഉണ്ടായിരുന്നില്ല. രാവിലെ ഇറങ്ങി വൈകിട്ട് വരുന്ന തരത്തിലേക്കുള്ള ചില യാത്രകളിലായിരുന്നു. കേരളത്തിൻ്റെ റോഡ് സാഹചര്യങ്ങളിൽ 100 കിലോമീറ്ററിന് മുകളിൽ വണ്ടി ഓടിക്കുക ഡെയിലി എന്ന് പറയുന്നത് വലിയ മല്ല് പണിയാണ്. അപ്പോൾ ഈ ഒരു തൊഴിൽ കൊണ്ട് ഉപജീവനം കണ്ടെത്തുന്ന ആളുകളെയൊക്കെ ഞാൻ ഈ ദിവസങ്ങളിൽ നമിച്ചുപോയി. കാരണം സ്ലോ ഡ്രൈവേഴ്സ് വലിയ ഭീഷണിയാണ് ഈ ദിനങ്ങളിൽ. ചില ആളുകൾ നല്ല സ്പീഡിലങ്ങ് പോകും, അവരെ കൊണ്ട് ഒരു ശല്യമില്ല. നല്ല സ്പീഡല്ല, ഒരു ആവറേജ് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്തങ്ങ് പോകും, അവരങ്ങ് പോയിക്കോളും, ശല്യമൊന്നുമില്ല. പക്ഷേ ഈ 2 ലൈൻ മാത്രമുള്ള നമ്മുടെയൊക്കെ ഹൈവേകളിൽ ഈ 40-ൽ പോകുന്ന കാറ് ഡ്രൈവേഴ്സുണ്ട്. അവർ ഭയങ്കര ശല്യമാണ്. അവരെ കൊണ്ട് ഒരു രക്ഷയില്ല. അവരുടെ പിന്നിൽ ഇങ്ങനെ റാലിയായിട്ട് അണിനിരന്ന് പോവുക എന്നുള്ളതാണ് ഈ ദിനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഞാൻ അനുഭവിച്ചത്. അപ്പോൾ ഇവരെ വെട്ടിച്ചൊന്ന് കയറാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും പല അപകടങ്ങളെയും ഇങ്ങനെ മുന്നിൽ തലനാരിഴയ്ക്ക് കാണാറുണ്ട്. വലിയ ഭീഷണി തന്നെ. ഇന്നലെയൊക്കെ കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരം വരെ ഒരു റാലിയിൽ പങ്കെടുത്താണ് ഞാൻ വന്നത്. ഫ്രണ്ടിൽ പോകുന്നത് മുന്തിയ വാഹനങ്ങളൊക്കെയാണ്. നമ്മളെക്കാളും കൂടുതൽ കാല് കൊടുത്തു കഴിഞ്ഞാൽ പോകുന്ന തരത്തിലേക്കുള്ള ബെൻസുമായിട്ടൊക്കെ ആളുകൾ 40-ൽ പോകുന്നുണ്ട് വർത്താനൊക്കെ പറഞ്ഞ്. എന്തൊരു കഷ്ടമാണ്. അതിനെതിരെ എന്തെങ്കിലും ഒരു നിയമം വരേണ്ടതുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ബ്രേക്ക് എടുത്തതുകൊണ്ടാണ് ഇൻട്രൊഡക്ഷൻ ഇത്ര എടുത്തത്. ഈ കഴിഞ്ഞ ദിവസത്തെ ഒരു വാർത്തയെക്കുറിച്ചിട്ടാണ് ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. നെസ്ലെ ഇന്ത്യ നിർമ്മിക്കുന്ന, വിപണനം ചെയ്യുന്ന ഇന്ത്യയിലെ ചില പ്രൊഡക്റ്റുകളിൽ അനുവദനീയമായിട്ടുള്ള രീതിയിലധികം ഷുഗർ കണ്ടൻറ്റ് കണ്ടെത്തി. അപ്പോൾ ഇതൊരു വലിയ പ്രശ്നമായി മാറി. സ്വിസ് ഏജൻസി ആയിട്ടുള്ള പബ്ലിക് ഐ ആണ് അതുമായി ബന്ധപ്പെട്ട ഒരു പഠന റിപ്പോർട്ട് പുറത്തേക്ക് വിടുന്നത്. പബ്ലിക് ഐ മുന്നേയും ഇത്തരത്തിലുള്ള അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ദാരുണമായിട്ടുള്ള, വിവേചനപരമായിട്ടുള്ള ഒരു നടപടി എന്ന് എനിക്ക് തോന്നിയത്, ഇന്ത്യ, ആഫ്രിക്ക പോലെയുള്ള വികസിതമല്ലാത്ത രാജ്യങ്ങളിലാണ് ഇവർ ഇത്തരത്തിലുള്ള ചില കടന്ന കൈകൾ പ്രയോഗിക്കുന്നത്. ഇന്ത്യയിലെ നെസ്ലയുടെ പ്രൊഡക്റ്റുകളിൽ, കുട്ടികൾക്ക് കൊടുക്കാനെന്നുള്ള രീതിയിൽ വിപണനം ചെയ്യുന്ന പ്രൊഡക്റ്റുകളിൽ വലിയ രീതിയിൽ പഞ്ചസാര കൂടിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് പഞ്ചസാര കൂട്ടിയിടുന്നത്? പഞ്ചസാര കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അതിന് ടേസ്റ്റ് കൂടും. അല്ലാതെ ഒരു ടേസ്റ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ കാര്യമായി തന്നെ ആഡ് ചെയ്യേണ്ടി വരും, ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യേണ്ടി വരും. UK, USA പോലെയുള്ള സ്ഥലങ്ങളിൽ സെയിൽ ചെയ്യുന്ന നെസ്ലയുടെ പ്രൊഡക്റ്റുകളിൽ പഞ്ചസാര ഇല്ല. അതേ പ്രൊഡക്റ്റുകളാണ് ഇവിടെ പഞ്ചസാര ആഡ് ചെയ്ത്, അതും അളവിലധികം ആഡ് ചെയ്തിട്ട് വിപണനം നടത്തുന്നത്. നമ്മളുടെ കുട്ടികളുടെ ബാല്യകാലങ്ങളിൽ ഉണ്ടാവുന്ന പൊണ്ണത്തടി പോലെയുള്ള കാര്യങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഫുഡ് പ്രൊഡക്റ്റുകൾ കാരണമാവുന്നുണ്ട്. അവർക്ക് മധുരത്തോടുള്ള ഒരു ആസക്തി കൂടുന്നത് ഇത്തരത്തിലുള്ള ഫുഡുകൾ കൊടുത്ത് ശീലിപ്പിക്കുന്ന സമയത്താണ്. ഒത്തിരിയധികം തെറ്റിദ്ധാരണ പരത്തിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്നത്. നെസ്ലെ ഇന്ത്യ അവരുടെ ആ ഒരു പത്രക്കുറിപ്പിലടക്കം ഒരിക്കലും പറയുന്നില്ല ഞങ്ങൾ ഷുഗർ ആഡ് ചെയ്തിട്ടില്ല എന്നുള്ളത്. അവർ പറയുന്നത് ഷുഗർ കുറച്ചുകൊണ്ട് വരാൻ വേണ്ടിയുള്ള പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും അത് ഫുഡുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പരീക്ഷണങ്ങളാണോ? അല്ല, വിപണനവും ലാഭവുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളാണ്. UK, USA പോലെയുള്ള സ്ഥലങ്ങളിൽ ഷുഗർ ഇല്ലാതെ അവർക്കിത് വിൽക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കറിയാം ഇത് എങ്ങനെ ഉണ്ടാക്കി ഹെൽത്തിനെ ബാധിക്കാതെ വിൽക്കണം എന്നുള്ളത്. പക്ഷേ ഇന്ത്യ പോലെയുള്ള, ആഫ്രിക്ക പോലെയുള്ള സ്ഥലങ്ങളിൽ ആളുകളെ ചൂഷണം ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് വലിയ ലാഭം എടുത്തിട്ടാണ് ഇവർ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ ഇവിടെ ഇറക്കി വിപണനം നടത്തുന്നത്. ഇതിൻ്റെ വളരെ കുഞ്ഞൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ചോക്ലേറ്റുകൾ, ഇൻ്റർനാഷണൽ ബ്രാൻഡുകൾ വിൽക്കുന്ന ചോക്ലേറ്റുകൾ, അത് വാങ്ങിച്ച് കഴിക്കുക. അതേപോലെ തന്നെ വിദേശത്ത് നിന്ന് ആളുകൾ കൊണ്ടുവരുന്ന ചോക്ലേറ്റുകൾ വാങ്ങി കഴിക്കുക. ശരിക്കും നമ്മുടെ നാട്ടിൽ ഒരു ഡയറി മിൽക്ക് എടുത്ത് വായിലിട്ടാൽ പോലും അത്രയധികം മധുരമാണ്. ഇപ്പോൾ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ആയിട്ടുള്ള നമ്മുടെ മൂന്നാർ, കൊടൈക്കനാൽ, അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ പലതരത്തിലുള്ള ചോക്ലേറ്റുകൾ കിട്ടും. അതിൽ റേറ്റ് കുറഞ്ഞ ചോക്ലേറ്റുകൾക്ക് ഭയങ്കര മധുരമാണ്. കാരണം എന്താണ്? അതിൽ പഞ്ചസാര കൂടുതലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ പഞ്ചസാര ആഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ രുചി കൂടും, എന്നാൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇന്ത്യ ലോകത്തിൻ്റെ മരുന്ന് നിർമ്മാണശാല എന്നുള്ളതാണ് അറിയപ്പെടുന്നത്. പക്ഷേ അത്തരത്തിൽ അഭിമാനിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഉള്ളതിൻ്റെ കൂടെ തന്നെ പറയേണ്ട ഒരു സംഗതിയുണ്ട്. പലപ്പോഴും ഇന്ത്യ ലോകത്തിൻ്റെ പരീക്ഷണശാലയായിട്ട് മാറാറുണ്ട്. നമ്മൾക്ക് ഉപയോഗിക്കാൻ തരുന്ന മരുന്നുകളുടെ ക്വാളിറ്റിയെ കുറിച്ചിട്ട് കഴിഞ്ഞ ദിവസം ധ്രുവ് പറഞ്ഞ ഒരു വീഡിയോ ഞാനിവിടെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇട്ടിരുന്നു. അതേപോലെ ഫുഡ് പ്രൊഡക്റ്റുകളുടെ കാര്യത്തിലും കാര്യമായി തന്നെ നമ്മളിൽ വലിയ പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. നമുക്ക് കിട്ടുന്നതെല്ലാം ലോ ക്വാളിറ്റിയാണ്. നമുക്ക് കിട്ടുന്നതിനകത്തെല്ലാം രുചിക്ക് വേണ്ടി പഞ്ചസാര ആഡ് ചെയ്യുകയാണ്. നമ്മുടെ ബാല്യകാല ഓർമ്മകളിലൊക്കെ എപ്പോഴും പരസ്യങ്ങളുടെ ഒരു സ്വാധീനം ഓർത്തെടുക്കാൻ പറ്റും. അതൊക്കെ നല്ല രീതിയിൽ മനസ്സിലേക്ക് വന്നിട്ടുണ്ട്. പണ്ട് ഈ സ്പോർട്സ് ആക്ടിവിറ്റികളിൽ വളരെയധികം പിറകിലേക്കായിരുന്ന ഞാൻ അത് എപ്പോഴും ഫെയിൽ ആവുന്ന സമയത്ത് വിചാരിച്ചിരുന്നത്, എൻ്റെ കൂടെ മത്സരിക്കുന്ന ആളുകളുടെയൊക്കെ വീട്ടിൽ പൈസയുണ്ട്, അവർ ബൂസ്റ്റ് കുടിക്കുന്നുണ്ട്. അവരൊക്കെ പലപ്പോഴും പറയാറുണ്ട്, കുട്ടികൾക്ക് അഭിമാനമാണല്ലോ TV പരസ്യത്തിലുള്ള പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നു എന്നൊക്കെ സ്കൂളിൽ വന്ന് പറയാനായിട്ട്. അവർ ബൂസ്റ്റ് കുടിക്കുന്നുണ്ട്, കോംപ്ലാൻ കുടിക്കുന്നുണ്ട്. എനിക്ക് പൊക്കം കുറവാണ് എന്നുള്ള പരാതി ചെറുതിലേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, എൻ്റെ അച്ഛനും അമ്മയ്ക്കും കോംപ്ലാൻ വാങ്ങാൻ പൈസ ഇല്ലാതായിപ്പോയി, എന്ത് ചെയ്യാം? അപ്പോൾ അത്തരത്തിൽ ഇതൊക്കെ എന്തോ ശരീര വളർച്ചയ്ക്ക്, എല്ലുകളുടെ ബലത്തിന്
ടോട്ടൽ ആരോഗ്യത്തിന് വേണ്ടിയുള്ളതാണ് എന്ന് ഇവർ പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാണ്. ഈ ഒരു പരസ്യങ്ങൾക്കെതിരെ കാര്യമായിട്ട് ഈ ഒരു കാലം വരെ വലിയ മോണിറ്ററിംഗ് ഒന്നും ഉണ്ടായിട്ടില്ല. 2022 കണക്കുകൾ പരിശോധിക്കുന്ന സമയത്ത് നെസ്ലയുടെ സെർലാക് പ്രോഡക്റ്റുകൾ 20,000 കോടി രൂപയ്ക്കാണ് ഇന്ത്യയിൽ വിറ്റഴിക്കപ്പെട്ടിട്ടുള്ളത്. ഒരു തവണ ഒരു കുട്ടിക്ക് കൊടുക്കുന്ന നെസ്ലയുടെ ഈ ഒരു പ്രോഡക്റ്റിൽ 3 ഗ്രാം പഞ്ചസാര അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് കണക്ക്. അത് ഒരു തവണ കൊടുക്കുന്ന ഒരളവാണ്. ഒരു ദിവസം ആ ഒരു കുട്ടി പല ഭക്ഷണങ്ങളിൽ നിന്നിട്ട്, ഇതുപോലുള്ള ഭക്ഷണങ്ങളിൽ നിന്നിട്ട് എത്ര ഗ്രാം പഞ്ചസാര അകത്ത് ആക്കുന്നുണ്ടായിരിക്കും. UK, USA പോലുള്ള സ്ഥലങ്ങളിൽ 0 ഷുഗറായിട്ട് വിൽക്കുന്ന പ്രൊഡക്റ്റുകളുടെ കാര്യമാണ് നമ്മളിവിടെ പറയുന്നത്. നമ്മളുടെ കുട്ടികളെ ഏതോ രീതിയിലാണ് ഈ ഒരു കുത്തക കമ്പനി നോക്കിക്കാണുന്നത്. ഇത് ഇന്ത്യയോട് മാത്രം കാണിക്കുന്ന ഒരു വിവേചനമല്ല എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ത്യ പോലെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിലെല്ലാം നെസ്ലെ ഇത്തരത്തിൽ തന്നെയാണ് പ്രൊഡക്റ്റുകൾ വിൽക്കുന്നത്. അവിടെയുള്ള കുട്ടികളെ വേറെ മൂന്നാംകിട പൗരന്മാരായിട്ടാണ് നോക്കിക്കാണുന്നത്. കുറച്ച് പഞ്ചസാരയല്ല, അത് ഇത്തിരി കൂടി പോയാൽ എന്താണ് പ്രശ്നം എന്നൊക്കെ ആളുകൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുൻപിലേക്ക് ഒരു കണക്ക് ഞാൻ കാണിക്കാം. കൺട്രി ഓർ ടെറിട്ടറി, നമ്പർ ഓഫ് പീപ്പിൾ വിത്ത് ഡയബറ്റീസ്, മില്യൺ കണക്കിലാണ് കാണിച്ചിരിക്കുന്നത്. ഒന്നാമത് ചൈന, രണ്ടാമത് ഇന്ത്യ, മൂന്നാമത് പാകിസ്ഥാൻ, നാലാമത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ഇതിലെ കണക്കെടുത്ത് നോക്കുന്ന സമയത്ത് ഇന്ത്യയുടെയും ചൈനയുടെയും നമ്പേഴ്സ് ഭയങ്കര ഹൈ ആണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യ പോലെ വലിയ രീതിയിൽ കൃഷിയെ ആശ്രയിക്കുന്ന, അത്രയധികം പ്രോസസ്ഡ് ആൻഡ് പാക്ഡ് ഫുഡുകൾ ഉപയോഗിക്കാത്ത ഒരു സ്ഥലത്താണ് ഇത്രയധികം ഹൈ ആയിട്ട് ആ ഒരു നമ്പേഴ്സ് നിൽക്കുന്നത്. ഇപ്പോൾ അമേരിക്കയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രോസസ്ഡ് ഫുഡ്സ് ഉപയോഗിക്കുന്ന കൺട്രികളിലൊന്നാണ്. അവരുടെ റേറ്റ് വളരെ താഴെയാണ്. 32.2 ആണ് അവരുടെ ആ ഒരു റേറ്റ് വരുന്നത്. അത് 2045 വരുന്ന സമയത്ത് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ 36 മാത്രമാണ് വന്നത്. എന്നാൽ ഇന്ത്യ ആ ഒരു സമയത്ത് 74 നിന്ന് 124.9 വരികയാണ്. അത്രയധികം മോശമായിട്ടുള്ള രീതിയിലാണ് നമ്മുടെ ഹെൽത്തിനെ ഇവിടെ വിറ്റഴിക്കപ്പെടുന്ന കമ്പനികൾ നോക്കിക്കാണുന്നത്. ഒരു മനുഷ്യന് എത്രത്തോളം പഞ്ചസാര ഉപയോഗിക്കാം എന്നുള്ളത്, ഹെൽത്തി ആയിട്ടുള്ള ഒരു മനുഷ്യന് എത്രത്തോളം പഞ്ചസാര ഉപയോഗിക്കാം എന്നുള്ളത്, എത്രത്തോളം ഉപയോഗിക്കുന്നതാണ് നല്ലത്, എത്രത്തോളം കുറയ്ക്കാം എന്നുള്ളതിൻ്റെ ഒരു കണക്ക് ഞാൻ പറയാം. ആരോഗ്യമുള്ള മുതിർന്ന ഒരാൾക്ക് 30 ഗ്രാം പഞ്ചസാരയാണ് ഒരു ദിവസം അഭികാമ്യം. ഇപ്പോൾ കുട്ടികൾ 7 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ 24 ഗ്രാം, 4 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ 19 ഗ്രാമിന് മുകളിലേക്ക് പോവാതിരിക്കുക. അപ്പോൾ അത്തരത്തിൽ മുകളിലേക്ക് പോകുന്ന സമയത്താണ് ഈ പുണ്ണത്തരി പോലെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനിയിപ്പോൾ കുട്ടികൾ, അതിൽ താഴെയുള്ള കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ ഗൈഡ് ലൈൻസ് ഒന്നുമില്ല. അവർക്ക് ഫുഡിൽ നിന്ന് കിട്ടുന്ന നാച്ചുറൽ ഷുഗർ തന്നെ ധാരാളമാണ്. നമ്മൾ ഈ പറഞ്ഞ കണക്ക് ഫ്രീ ഷുഗറിന്റെ കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ബേക്കറി പ്രൊഡക്റ്റുകൾ വഴിയൊക്കെ നമ്മൾ ഉള്ളിലേക്കാക്കുന്ന, ഡ്രിങ്ക്സ് വഴിയൊക്കെ ഉള്ളിലേക്കാക്കുന്ന ഷുഗറിന്റെ ഒരു കാര്യം. ഇത്തരത്തിലുള്ള ഷുഗർ കംപ്ലീറ്റ്ലി കട്ട് ചെയ്തിട്ട് ആളുകൾ ഹെൽത്തി ആയിട്ട് ജീവിക്കാറുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു ഷുഗർ തന്നെ എനഫ് ആണ്. നമ്മളിൽ പല ആൾക്കാരും കഴിക്കുന്ന പഞ്ചസാരയുടെ അളവ് വളരെ കൂടുതലാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം നാച്ചുറൽ, ഫുൾ നെയിം പറയുന്നില്ല, നാച്ചുറൽ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ 2 ലിറ്റർ ജ്യൂസ് വാങ്ങിച്ചു. ഓഫറിൽ കിട്ടിയതാണ്. ഹാഫ് പ്രൈസാണ്. ഒരെണ്ണം എടുക്കുമ്പോൾ ഒരെണ്ണം ഫ്രീ. എന്ന് വെച്ചാൽ പണ്ട് ഒരെണ്ണം വാങ്ങുന്ന പൈസയ്ക്ക് 2 എണ്ണം കിട്ടും. അപ്പോൾ അത് വാങ്ങിച്ചു. അതിൻ്റെ ലിച്ചി ജ്യൂസാണ്. അപ്പോൾ ലിച്ചി ജ്യൂസ് വാങ്ങി ഞാൻ വീട്ടിൽ വന്ന് ഈ ഒരു റിസർച്ച് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അതിൽ 100 ml ഡ്രിങ്കിൻ്റെ ഉള്ളിലെ പഞ്ചസാരയുടെ അളവ് നോക്കി. ഗ്രാമിന് മുകളിലാണ്. നമ്മൾ 100 ml ആണോ പലപ്പോഴും ഇതുപോലുള്ള ജ്യൂസുകൾ ഓഫറിൽ കിട്ടുന്ന സമയത്ത് കുടിക്കുന്നത്? ചില ദിവസങ്ങളിൽ നമ്മൾ 300-ഉം 400-ഉം കുടിക്കും. അപ്പോൾ എത്ര ഗ്രാം പഞ്ചസാരയാണ് ഈ ഒരു സമയത്ത് നമ്മളുടെ ഉള്ളിലേക്ക് പോകുന്നത്? നമ്മൾ ഡെയിലി ഇതുപോലെ 15, 30, 50 ഗ്രാം പഞ്ചസാര ഡെയിലി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, ഒരു ഡ്രിങ്കിൽ നിന്ന് മാത്രം കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് അസുഖങ്ങൾ വരാതിരിക്കും? ഈ ഒരു ജ്യൂസ് മാത്രമല്ല ഒരു ദിവസം ഞാൻ അകത്താക്കുന്നത്, മറ്റ് പല പഞ്ചസാര അടങ്ങിയിട്ടുള്ള ഡ്രിങ്കുകളും അകത്താക്കാറുണ്ട്. ഒരു പാവപ്പെട്ട കർഷകൻ വളരെ സന്തോഷത്തോടെ 2 കുല മറ്റേ ലിച്ചിയൊക്കെ ആയിട്ട് നിൽക്കുന്ന പടത്തോടെയാണ് ഈ ഒരു ഡ്രിങ്ക് എൻ്റെ അടുത്തേക്ക് വരുന്നത്. നാച്ചുറൽ എന്ന് അവിടെ ഇവിടെയൊക്കെ എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ 100% ഫ്രൂട്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എന്നാൽ മാറി വേറെ സ്ഥലത്ത് അത് ഒന്നും അല്ല സംഗതി. വെള്ളവും അതേപോലെ തന്നെ 12% ജ്യൂസ് മാത്രമേ ഉള്ളൂ എന്ന് എഴുതി വെച്ചിരിക്കുന്നു. വാങ്ങിയിട്ടുണ്ട്, ITCയും വാങ്ങിയിട്ടുണ്ട്. ഇലക്ട്രൽ ബോണ്ടുകൾ കോടിക്കണക്കിന് രൂപയുടെ. ITCയുടെ ഇഷ്ടം പോലെ ബ്രാൻഡുകളുണ്ട്. ഏറ്റവും കൂടുതൽ ഷുഗർ ഇതുപോലെ നമ്മളിലേക്ക് കലക്കി എത്തിക്കുന്നതിനകത്ത് ITC വഹിക്കുന്ന ഒരു പങ്ക് ചെറുതൊന്നുമല്ല. ഇന്ത്യൻ ടുബാക്കോ കമ്പനി, ഇപ്പോൾ ITC എന്ന് മാത്രമാണ് അറിയപ്പെടുന്നത്. അവർ എത്രത്തോളം ആരോഗ്യം നശിപ്പിക്കുന്ന സാധനങ്ങളാണ് നമ്മളിലേക്ക് എത്തിക്കുന്നത്. പഞ്ചസാരയ്ക്ക് വലിയ വിലയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത്തരത്തിലുള്ള കമ്പനികൾക്ക് വൻ തുക ലാഭമാണ് ഉണ്ടാവുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, 9 ഗ്രാം പഞ്ചസാര ആഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ 5 ഗ്രാം പഞ്ചസാര ആഡ് ചെയ്യുന്നു. എന്നാൽ ഇതൊന്നും ആഡ് ചെയ്യാതെ ഒരിടത്ത് വിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഗ്രാമിൻ്റെ കണക്ക് കിലോ ആയി, അതിന് മുകളിൽ 10 ആയി ഇവരുടെ കയ്യിലേക്ക് വരുന്നുണ്ട്. പിന്നെ ഇവരെല്ലാം വലിയ തുകയ്ക്ക് ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളുടെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ആശ്വാസം.
അപ്പോൾ നമ്മുടെ രാജ്യത്തിന് വലിയ താല്പര്യമുണ്ട് ഇത്തരത്തിൽ നമ്മളെ പഞ്ചസാര തീറ്റിക്കുന്നതിനകത്ത്. കെവൻഡർ ഗ്രൂപ്പ് പോലുള്ള പ്രോസസ്ഡ് ഫുഡ് പ്രോഡക്റ്റ് മാനുഫാക്ചേഴ്സ് ഒക്കെ കോടികളുടെ ഇലക്ട്രൽ ബോണ്ടുകളാണ് വാങ്ങിച്ചിരിക്കുന്നത്. അല്ലാന ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു കമ്പനി 5 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയിട്ടുണ്ട്. അവർ ബീഫൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഫുഡ് മാനുഫാക്ചേഴ്സ്, ഡ്രഗ് മാനുഫാക്ചേഴ്സ്, എല്ലാ ആൾക്കാരും നമ്മളെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി നമ്മുടെ നേതൃത്വത്തിന് ഇലക്ട്രൽ ബോണ്ടുകൾ വഴി സന്തോഷം കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും നെസ്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ 2015 നെസ്ലയുടെ മാഗി എന്ന് പറയുന്ന പ്രോഡക്റ്റിൽ ഉയർന്ന അളവിൽ മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് കണ്ടെത്തിയിരുന്നു. ഇന്ത്യയിൽ പലയിടത്തും അതിന് ബാനുകൾ വന്നു. അന്നും ഇതുപോലൊരു ഏജൻസിയാണ് ഇതിനെക്കുറിച്ചിട്ടുള്ള പഠനങ്ങൾ നടത്തിയത്. 500 കോടി മൂല്യമുള്ള മാഗിയുടെ പ്രൊഡക്റ്റുകൾ തിരിച്ചു വിളിക്കുകയുണ്ടായി. 640 കോടി രൂപയാണ് അന്ന് അവർ പിഴയായിട്ട് അടച്ചത്. എന്ന് പറഞ്ഞാൽ നെസ്ലെ സ്ഥിരമായിട്ട് ഇത്തരത്തിലുള്ള പരിപാടികൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ ആഫ്രിക്കയിൽ ഇതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ വരുന്നുണ്ട്, അമേരിക്കയിൽ ഒരു കാലത്തുണ്ടായിരുന്നു. അപ്പോൾ ലോകവ്യാപകമായിട്ട് ഇവർ ഈ വലിയ ലാഭേച്ഛയോടെ ഇത്തരത്തിൽ ക്രൂരമായിട്ടുള്ള നടപടികൾ കാണിക്കാറുണ്ട്. നെസ്ലെ എന്ന് പറയുന്ന ബ്രാൻഡിനോടുള്ള ഒരു വിശ്വാസത നശിപ്പിക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നശിച്ചിരിക്കുന്നു. കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് അവർ തെറ്റിദ്ധാരണ പരത്തുകയാണ്. ഇതൊക്കെ കൊടുത്തില്ലെങ്കിൽ എന്തോ കുറവുണ്ടാവും. അങ്ങനെയൊന്നുമില്ല. നമ്മളൊക്കെ വളർന്ന സാഹചര്യങ്ങളിൽ നമ്മളുടെയൊക്കെ കാരണവന്മാർ നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ സോഴ്സ് ചെയ്തിട്ടുള്ള ചില ഫുഡുകളൊക്കെ നൽകിയിരുന്നു. അതിലൊക്കെ ആവശ്യത്തിനുള്ള സാധനങ്ങളുണ്ട്. അതിലെന്തൊക്കെയുണ്ട് എന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ള അറിവ്, വിദ്യാഭ്യാസം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ അതാണ് നല്ലത്. നെസ്ലയുടെ കാര്യം വിടാം. ഇന്ത്യൻ ബ്രാൻഡുകൾ എന്താണ്, ഭേദമാണോ? അല്ല. പതഞ്ജലി പോലെയുള്ള കമ്പനികൾക്കെതിരെ എത്ര കാലമായിട്ട് ആളുകൾ നിയമ പോരാട്ടം നടത്തുന്നുണ്ട്. അവരുടെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യത്തിനെതിരെ വർഷങ്ങൾ എടുത്തിട്ടുള്ള ഒരു നിയമ പോരാട്ടം അവസാനിച്ചതും നീതി കിട്ടിയതും ഈ കഴിഞ്ഞ ഇടയ്ക്കാണ്. അവരുടെ ശിവലിംഗി ബീജ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റും അതേപോലെ തന്നെ അംല ജ്യൂസും ഒക്കെ പ്രൊഡക്റ്റ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നുള്ള പരാതികളൊക്കെ 2017 ഉയർന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കേസുകൾ, കാര്യങ്ങൾ എത്ര കാലം നിയമ പോരാട്ടം നടന്നു. ആ ഒരു സമയത്തെല്ലാം ഇവർ ഇതിങ്ങനെ മറ്റേ പുള്ളിയുടെ ആ ഒരു കാവിയിൽ ഇങ്ങനെ പൊതിഞ്ഞ് വിറ്റുകൊണ്ടിരിക്കുകയായിരുന്നു. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുൻപ് പറയാതിരിക്കാൻ പറ്റാത്ത മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. മസാലപ്പൊടികൾ. ഇന്ത്യയിൽ അത്രയധികം മസാല ഉപയോഗിക്കുന്ന ആളുകളാണ് നമ്മൾ. നമ്മളുടെ കുടലിനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പീഡനമായിരിക്കും നമ്മളുടെ പല ഫുഡുകളും. അത്രയധികം മസാലയാണ്. നമ്മളുടെ ബിരിയാണി, നമ്മളുടെ എല്ലാത്തിനകത്തും മസാല വാരിയിട്ട് ഭയങ്കര സ്പൈസി ആയിട്ട് നമ്മളിതിനെ കഴിക്കുന്ന ആളുകളാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഫുഡിൻ്റെ തനത് ടേസ്റ്റ് മാറ്റിയിട്ട് സ്പൈസസ് ആസ്വദിക്കുന്ന ആളുകളാണ് നമ്മൾ. ഇന്ത്യയിൽ നിന്ന് കയറ്റി അയക്കപ്പെടുന്നതും ഇവിടെ വിപണനം ചെയ്യുന്നതുമായിട്ടുള്ള പല സ്പൈസസിലും വലിയ തോതിൽ മായം ചേർക്കുന്നുണ്ട് എന്ന് സ്ഥിരമായിട്ടുള്ള ഒരു ആക്ഷേപമുണ്ട്. ഹോങ്കോങ്ങിലെ ഫുഡ് റെഗുലേറ്റർ അതോറിറ്റി CFS ഇന്ത്യയിൽ നിന്ന് കയറ്റി അയക്കപ്പെട്ട 3-4 പ്രൊഡക്റ്റുകളിലാണ് മായം കണ്ടെത്തിയത്. അപ്പോൾ അതിനകത്ത് പെസ്റ്റിസൈഡ് ആയിട്ടുള്ള എഥിലീൻ ഓക്സൈഡിൻ്റെ സാന്നിധ്യം അന്ന് കണ്ടെത്തുകയും അത് വലിയ വാർത്തയാവുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അത് അവരവിടെ കണ്ടെത്തി. നമ്മളിവിടെ ഇത് കണ്ടെത്തിയില്ല, നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലുള്ള റെഗുലേറ്റിംഗ് അതോറിറ്റികൾ ഒരിക്കലും ഒരു പഠനം നടത്തി ഒരു പ്രോഡക്റ്റിനെ ബാൻ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വന്നിട്ടില്ല. നമ്മുടെ ഇവിടെയുള്ള പല NGOകൾ അതേപോലെ തന്നെ ഇതുപോലുള്ള ഏജൻസികൾ എന്തെങ്കിലുമൊക്കെ പഠനം നടത്തി ചില കാര്യങ്ങൾ പറയുന്ന സമയത്ത് അത് വാർത്തയാവുന്ന സമയത്ത് ആക്ഷൻ എടുക്കുക എന്ന് പറയുന്ന വളരെ സിമ്പിൾ പരിപാടിയാണ് അവർ ചെയ്യുന്നത്. നമ്മളുടെ ഉത്തരവാദിത്തമായി പോയി നമ്മൾ തിരഞ്ഞെടുത്ത ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ചാവാതിരിക്കാനായിട്ട് നമ്മൾ തിരഞ്ഞെടുത്ത ആളുകളുടെ ഒരു പണി നമ്മൾ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തത്തിലേക്ക് എത്തിപ്പോയി. അത്രയധികം നിരുത്തരവാദിത്തപരമായിട്ടുള്ള അപ്രോച്ചാണ് നമ്മളുടെ ഭരണ സംവിധാനങ്ങൾ നമ്മളോട് കാണിക്കുന്നത്. ഹോളിക്സിനെ കുറിച്ചിട്ട് പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ. ഹോളിക് ലൈറ്റ് എന്ന് പറയുന്ന പ്രൊഡക്റ്റിൻ്റെയൊക്കെ പെട്ടിയെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഇത് മുലയൂട്ടുന്ന അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും അഭികാമ്യമല്ല എന്ന് പറഞ്ഞാൽ. ലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ കാണുമ്പോൾ ലൈറ്റായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആർക്കും പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ നാച്ചുറലി സോഴ്സ് ചെയ്യുന്ന നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങൾ പ്രായം നോക്കി ഉപയോഗിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടോ? ഇല്ല. കാരണം അതൊക്കെ നാച്ചുറലാണ്. അവിടെയാണ് ഈ ഹോളിക്സ് പോലുള്ള സംഭവങ്ങൾ ഇത്തരത്തിൽ പറഞ്ഞിട്ടും ആളുകൾ അത് വീണ്ടും വീണ്ടും വാങ്ങിച്ച് ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ അവരാണ് ഈ ഭക്ഷ്യവസ്തുക്കളുടെ നിർമ്മാണം, അതിൻ്റെ ഗുണനിലവാരം എന്നീ കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടത്. അതേപോലെ ഇത് നിർമ്മിക്കാനായിട്ടും വിപണനം നടത്താനായിട്ടും ഇവരുടെ ലൈസൻസ് വേണം. ഈ ഒരു ലൈസൻസ് കിട്ടാനായിട്ട് വലിയ പാടൊന്നുമില്ല. ഏറ്റവും കണിശമായിട്ട് ശ്രദ്ധിച്ച് കൊടുക്കേണ്ട ഒരു ലൈസൻസാണ്. പക്ഷേ അത് വളരെ സിമ്പിളായിട്ട് പല ആളുകൾക്കും കിട്ടുന്നുണ്ട്. ഏജൻറ്റുമാരൊക്കെ ഇഷ്ടം പോലെ ഈ ഒരു മേഖലയിലുണ്ട്. നിങ്ങൾക്ക് ഒരു ഫുഡ് പ്രൊഡക്റ്റ് പാക്ക് ചെയ്ത് വിപണിയിൽ എത്തിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത ഒരു സാഹചര്യമാണ് നിലവിൽ ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ ഒരു ഫുഡ് പ്രൊഡക്റ്റുകളുടെ ക്വാളിറ്റി, ഇപ്പോൾ ഒരാൾ ഒരു ഫുഡ് പ്രൊഡക്റ്റ് ഉണ്ടാക്കി അതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചിട്ട് അയാൾക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. അതിനകത്ത് അളവിൽ കൂടുതൽ എന്തെങ്കിലും മോശമായിട്ടുള്ളൊരു പദാർത്ഥമുണ്ട്, അത് ദീർഘകാല അടിസ്ഥാനത്തിൽ ആരോഗ്യത്തെ ബാധിക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ ഒരാൾ തട്ടിപ്പോകുന്ന ആ ഒരു കാലഘട്ടം വരെയൊക്കെ അയാൾക്ക് സിമ്പിളായിട്ട് ഈ ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടി പറ്റും. ഇപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാലും ആ ഒരു ലൈസൻസ് ക്യാൻസൽ ആവുന്ന ഒരു സാഹചര്യമൊക്കെ പലപ്പോഴും ഉള്ളൂ. ഇത്തരത്തിലാണ് ഇവിടെയുള്ള കാര്യങ്ങൾ. ഇന്ത്യയുടെ സ്ട്രീറ്റുകളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ബിസിനസ്സുകൾ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. കാരണം എന്താണ്? അത്രയധികം ഫുഡ് വാങ്ങാനായിട്ട് ആളുകളുണ്ട്.
അതേപോലെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഒരു ഫുഡിൻ്റെ പരിപാടി തുടങ്ങാനായിട്ട്. ഇപ്പോൾ നോർത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു സ്ട്രീറ്റിൽ എന്ത് മോശമായിട്ടുള്ള സാഹചര്യങ്ങളിലാണ് പല ഫുഡുകളും ആളുകൾ ഉണ്ടാക്കുന്നത്. അതേപോലെ ഇതിൻ്റെ പിന്നിലൊക്കെ ഉള്ള സംഗതിയുണ്ട്. ഇതിനകത്തൊക്കെ ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ്, ഈവൻ നമ്മുടെ നാട്ടിലെ പല കേറ്ററിംഗ് സ്ഥാപനങ്ങളിലേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ അവരുപയോഗിക്കുന്ന റോ മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. ഫ്രൂട്ട് പൾപ്പുകൾ, ഓയിൽ, അതൊക്കെ ലോ ക്വാളിറ്റി ഉപയോഗിക്കുന്ന വലിയ വലിയ ഹോട്ടൽസും സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. പലപ്പോഴും ഇതൊന്നും ആളുകൾ തിരിച്ചറിയില്ല. സ്ട്രീറ്റ് വെണ്ടേഴ്സ് ആയിട്ടുള്ള ആളുകളിൽ പലരും ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ വലിയ വലിയ ബ്രാൻഡുകളുടെ കാര്യമാണ് പറയുന്നത്, അതൊന്നും അല്ലാത്ത അൺബ്രാൻഡഡ് ആയിട്ടുള്ള തട്ടിക്കൂട്ട് സാധനങ്ങൾ ഉപയോഗിക്കുന്നത് പോലും ചെക്ക് ചെയ്യാനായിട്ട് ഇവിടെ ആളുകളില്ല. ഡെയിലി 100,000 മോശം ഫുഡ് കഴിച്ച് അവസാനം കുറേ കാലങ്ങൾക്ക് ശേഷം മരിക്കുന്ന ആളുകളിൽ എവിടെ നിന്ന് ഏത് പ്രൊഡക്റ്റ് കഴിച്ചപ്പോഴാണ് കൂടുതലായിട്ട് കഴിച്ചപ്പോഴാണ് രോഗം ഉണ്ടായത് എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ടൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ വളരെ ദുരിതമാണ്. വലിയ വലിയ കമ്പനികൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അവർക്ക് ചില ചില്ലറ മുടക്കി ഏതെങ്കിലും ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് രക്ഷപ്പെടാനായിട്ട് പറ്റും. ഒരു രാജ്യം വികസനമായതുകൊണ്ടും നമ്മളവിടെ ജനിച്ചതുകൊണ്ടും വീണ്ടും വീണ്ടും ഇതുപോലുള്ള ചൂഷണങ്ങൾക്ക് നിന്നു കൊടുക്കണം എന്ന് പറയുന്നിടത്തോളം മനുഷ്യാവകാശ ലംഘനം വേറെയില്ല. നമ്മളൊക്കെ ജോലി ചെയ്യുന്നുണ്ട്, നമ്മളൊക്കെ നമ്മളുടെ രാജ്യത്തിൻ്റെ ടാക്സ് അടയ്ക്കുന്ന ആളുകളാണ്, നമ്മളെല്ലാം രാജ്യത്തിൻ്റെ നിയമങ്ങൾ അനുസരിക്കുന്നുണ്ട്, നമ്മളെല്ലാം ജനാധിപത്യ സംവിധാനത്തിൽ പൗരൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾക്ക് എതിരെ ഇത്തരത്തിലുള്ള വളരെ മോശമായിട്ടുള്ള ചൂഷണങ്ങൾ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ കാര്യമായിട്ട് ഇതിനെതിരെ പ്രതികരിക്കേണ്ടതുണ്ട്. പിന്നെ ഭക്ഷണം പോലെയുള്ള കാര്യങ്ങളിൽ ഇത്തരത്തിലുള്ള വലിയ വലിയ ബ്രാൻഡുകളെ വിശ്വസിക്കാതെ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കുന്ന ഭക്ഷണങ്ങൾ നാച്ചുറലി സോഴ്സ് ചെയ്ത് കഴിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ എല്ലാം നാച്ചുറലി സോഴ്സ് ചെയ്യുന്ന സമയത്ത് അതും നല്ലതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് വേണ്ടതാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള വിദ്യാഭ്യാസം ആർജിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. വീഡിയോ ഉപകാരപ്പെടുന്നതാണ് എന്നുണ്ടെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. നന്ദി.